സ്വിഗ്ഗി ഡെലിവറി പാർട്ട്നേഴ്സിന് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റത്തെ പണി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഐസ്ക്രീം ബാഗോ അല്ലാത്ത ബാഗോ എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ലൊക്കേഷനിൽ പോയി ഡെലിവറി കംപ്ലീറ്റ് കൊടുത്ത ശേഷം ഇവിടെ ബോർഡിൽ വന്ന് അത് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഓർഡർ എടുക്കുകയുള്ളൂ. 5-10 മിനിറ്റ് കഴിയണം. അതും ഡിലേ ആവുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അതിന്റെ ഇപ്പോൾ ഒരു ഇഷ്യൂ ഇപ്പോൾ കുറേ ആയിട്ട് എല്ലായിടത്തും എല്ലാ ജില്ലകളിലും പ്രശ്നം വന്നു. അങ്ങനെ അതിപ്പോൾ അവർ അത് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. പക്ഷെ നമ്മൾ റിട്ടേൺ ടു ബാഗ് കാണിക്കുന്നുണ്ട്. അടുത്ത പണി എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ക്യാഷ് വാങ്ങുക. നമ്മൾ കസ്റ്റമറിൽ നിന്ന് ക്യാഷ് വാങ്ങുമല്ലോ ഡയറക്റ്റ് ആയിട്ട്. അതിപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എമൗണ്ട് കുറച്ചു. ആദ്യം 5000 രൂപ ഉണ്ടായിരുന്നു നമുക്ക്, അത് 1700 ആക്കി വരും. പിന്നെ അത് 3000 ആക്കി. പിന്നെ ഇപ്പോൾ 2500 കൊണ്ട് നിർത്തിക്കുകയാണ്. അത് ഭയങ്കരമായിട്ട് കുറച്ചു. നമുക്ക് മറ്റേത് റോൾ ചെയ്ത് പോകാനൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടുമായിരുന്നു. 5000 ആണെങ്കിൽ നമുക്ക് 6000, 6500 വരെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അതുപോലെ ഫ്ലോട്ടിംഗ് ക്യാഷ് ഭയങ്കര കുറവാണ് ഇപ്പോൾ. അതുപോലെ ഈ നമുക്ക് ഓരോ റേറ്റിംഗ് ഉണ്ട്, സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ്. പണ്ട് മെഗാ സ്റ്റാർ ഉള്ളവർക്ക് ഇങ്ങനെ അത്യാവശ്യം ഫ്ലോട്ടിംഗ് ക്യാഷ് ഒക്കെ കിട്ടിക്കണം. ഇപ്പൊ അവർക്കും ഭയങ്കര എമൗണ്ട് കുറവാണ്. 200, 300, 100 അങ്ങനെയൊക്കെയാണ് അടിക്കുന്നത്. 500 ഒക്കെയാണ് ഞാൻ അടിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല, ഒരു ഓർഡറിന് നമുക്ക് 2000 രൂപ വരെ ഒക്കെ അടിക്കുമായിരുന്നു. ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു നമുക്ക്. അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇങ്ങനത്തെ അല്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്കിപ്പോൾ OTP ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഫോട്ടോ എടുക്കണം. ഓപ്പൺ ബോക്സ് ഡെലിവറി ആണെങ്കിൽ നമ്മൾ കവറിന്റെ വെളിയിലത്തെ ഫോട്ടോ എടുക്കണം. അകത്ത് പൊളിച്ച ശേഷം 2 അപ്പുറത്തെ ഇപ്പുറത്തെയും സൈഡിലെ ഫോട്ടോ എടുക്കണം. എന്നിട്ട് അത് കൊടുത്ത ശേഷം അത് കൊടുക്കുമ്പോൾ നമുക്കൊരു OTP പോകും കസ്റ്റമറിന്. അത് ആദ്യം കളക്ട് ചെയ്ത് അതിനെ ഇതാക്കിയ ശേഷം പിന്നെ ഒരു ഫോട്ടോയും കൂടി ചോദിക്കും. പിന്നെ ആ ഫോട്ടോ, അത് കവറിന്റെ ഏതിന്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അകത്തിന്റെ ഐറ്റത്തിന് ഇതോ കവറോ ഏതെടുത്താലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിനുശേഷം പിന്നെയും ഒരു OTP ഉണ്ട്. അതും കൂടി വാങ്ങിച്ച് അടിച്ചാൽ മാത്രമേ നമുക്കിപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് അതിന്റെ ഇതെന്ന്. അതിപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നമായിരിക്കുകയാണ്. എല്ലാ എക്സിക്യൂട്ടീവ്സിനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളവിടെ പോയി കുറെ നേരം കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്ത് ഇതിനെല്ലാം ഓപ്പൺ ചെയ്ത് ഭയങ്കരമായിട്ട് ടൈം ഡിലേ ആവുന്നുണ്ട്. നമുക്കൊരു ഓർഡർ കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ വന്നാലേ അടുത്ത ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ എമൗണ്ടിന് വല്ല വ്യത്യാസമുണ്ടോ? അതിനൊരു വ്യത്യാസവും ഇല്ല. അതേ സെയിം ഇത് തന്നെയാണ് അതിന്റെ ഇപ്പോൾ ഇത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ സ്വിഗ്ഗി ഡെലിവറി പാർട്ട്നേഴ്സിന് നല്ല പണികളാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഇവര്. ഇപ്പൊ പേപ്പർ ബാഗ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും വെയിറ്റ് ഇല്ല സാധനമാണ്. ബേബി കേസ് എല്ലാം കൂടി വെയിറ്റ് ഉള്ള സാധനങ്ങളായിരിക്കും. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാം കൂടി തറയിൽ വീണ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതും ഇവർ ഈ പ്ലാസ്റ്റിക് കവർ, ഇവർ നേരത്തെ കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ് തന്നുകൊണ്ടിരുന്നത് പണ്ടൊക്കെ. ഇപ്പൊ അതും തരാറില്ല ഇപ്പം. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മഴ സമയത്ത് നമ്മളിങ്ങനെ വാരിക്കോരിയാണ് കസ്റ്റമർ അടുത്ത് ഒന്ന് അടിയിൽ പിടിച്ചോളാൻ പറയും. അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എല്ലായിടത്തും ഭയങ്കര ഇഷ്യൂ വരുന്നുണ്ട്. ദയവേത് സ്വിഗ്ഗി അത് മാറ്റുക, പേപ്പർ ബാഗ് മാറ്റുക. അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പർ ബാഗ് ഇടുക, പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുക. ഫുഡ് ഡെലിവറിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ടിയുള്ള ബാഗ് ഇടും. അതുപോലെ നല്ല കട്ടിയുള്ള ബാഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. മഴയത്താണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരില്ല അത്ര പെട്ടെന്ന്. ഇത് ഒട്ടും ബലവും ഇല്ലാത്ത ഒന്ന് നമ്മൾ ബോഡി നേരത്ത് ബാഗ് വെക്കുമ്പോൾ തന്നെ മഴയത്ത് ഏകദേശം പോയി കിട്ടും. ഇല്ല, നമുക്കാണ് പണി കിട്ടുന്നത്. ഇപ്പൊ എന്താണെങ്കിലും കസ്റ്റമറിൽ നിന്ന് ബാഗ് വെക്കണമെങ്കിലും എന്താണെങ്കിലും നമുക്കാണ് പ്രശ്നം. ഇപ്പോൾ OTP ആണെങ്കിലും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണം. ഇതാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഡെലിവറി ബാഗ്. നമ്മൾ ടീഷർട്ട് പോലെ നീലയും ഓറഞ്ചും ആണ്. ഇത് കണ്ടില്ലേ, സെയിം. ഇതിപ്പോ പഴയതായി. മഴ സമയത്തൊക്കെ നമ്മൾ സെൽഫി ചോദിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ഓർഡർ, ചിലപ്പോൾ സെക്കൻഡ് ഓർഡർ, ചിലപ്പോൾ നാട്ടിൽ ഇവിടെ ഏതെങ്കിലും ഓർഡറിൽ വെച്ചായിരിക്കും സെൽഫി ചോദിക്കുന്നത്. ഈ പൗച്ചിൽ നിന്ന് നമ്മൾ മൊബൈൽ എടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ കൂടുതലും ആയി കഴിഞ്ഞാൽ നമ്മളെ ഡിസ്പ്ലേ അടിച്ചു പോകും. അപ്പൊ 1500, 2000 രൂപ അതിന് വെക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിത്ത് ചിലപ്പോൾ ബാഗിന്റെ ഫോട്ടോ ചോദിക്കും, ചിലപ്പോൾ ഈ സെൽഫി ചോദിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദയവേത് സ്വിഗ്ഗി അതൊന്ന് മാറ്റി തരാൻ നോക്കുക. ഈ മഴ സമയത്തൊക്കെ സെൽഫി, എല്ലാ സമയത്ത് സെൽഫി ചോദിക്കുന്നതിനും ഈ ബാഗ് ചോദിക്കാനും പ്രശ്നമില്ല. പക്ഷേ ഈ മഴ സമയത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ട്. നമ്മൾ ഇതിന്റെ ഇടയിൽ പോയി ചിലപ്പോൾ നമ്മൾ റീച്ച് അടിക്കുമ്പോൾ ചിലപ്പോൾ കസ്റ്റമറിന് മുമ്പ് വെച്ച് കസ്റ്റമർ വന്ന് ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കും. ആ സമയത്ത് നമ്മൾ സെൽഫി എടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ വിത്ത് ബാഗ് എടുത്തോണ്ടിരിക്കണം. അപ്പോൾ കസ്റ്റമർ അതനുസരിച്ച് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമുക്കിത് ചെക്ക് ചെയ്യണ്ടേ എന്തൊക്കെയാണെന്നൊക്കെ. ചിലപ്പോൾ ഫ്ലോട്ടിംഗ് ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ കാണില്ല, അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.